ഐശ്വര്യമായിട്ട് വലുതാല് വെച്ച് തന്നെ ഇറങ്ങാം. ദൈവമേ, ഓ ഭാഗ്യം, വലതുകാല് കുത്തിയില്ല. അങ്ങനെ എന്താ എന്താ എന്തിനാ എന്നെ തല്ലിയേ? നേരത്തെ ഒരു 5 രൂപ ടിപ്പ് തന്ന ഞാൻ വേണ്ട ഒരു 5 കൂടെ തരാം. वो समझा क्या साले? मल्लू सिंह का बहन से पंगा लेता है? ഞാൻ क्या करता हूँ? ദൈവമേ, ആ പുസ്തകം ബാഗിലായി പോയല്ലോ. ഈ കാട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. ചാവിട്ടി കീറഞ്ഞ് പന്നി. എന്റെ ഇഷ്ടം മലയാളിയാണല്ലേ, എന്നിട്ടാണോ എന്നെ ഇങ്ങനെ ചവിട്ടി കൂട്ടണേ? हाथ मत लगाना साले, आगे निकल। ये मल्लू सिंह का बहन की प्रॉब्लम है। अगर मल्लू सिंह ने माफ किया तो भी पप्पन माफ नहीं करेगा। छोड़ो यार, मल्लू सिंह की बहन मेरी भी बहन है, लेकिन एक मलयाली पे हाथ उठाए तो मार डालूंगा साले। चल साले। തോടരുന്നല്ലടാ പറഞ്ഞ. ഇയാള് മലയാളിയോ? ദൈവമേ, ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നില്ലേ? ഇവരെന്തിനാ ഇടിക്കുന്നത്? എന്റെ സ്വഭാവം എനിക്കറിയില്ല. നീ ചെവി നുള്ളിക്കോ. മല്ലു സിംഗിന്റെ പെങ്ങളാ നീ പ്യാരിന്ന് വിളിച്ചത്. ഈ മല്ലു സ്ട്രീറ്റിൽ നിന്നെ കണ്ടാൽ ഈ പപ്പൻ ആരാണെന്ന് നീ അറിയും. ചേട്ടാ, ഈ പ്യാരി എന്ന് പറഞ്ഞ തെറിയ വൈകിട്ട് എന്താ പരിപാടി? നീ വാങ്ങോ? ഇന്നലെ ഞാൻ വാങ്ങി മോന്തിയതല്ലേ, ഇന്ന് നീ വാങ്ങ്. തൽക്കാലം നമുക്ക് നിവിനെ സൈസാക്കാം. മലയാളികളുടെ പേരുകളായിരുന്നല്ലോ. വൈകിട്ട് നേരത്തെ വാടത്തേണ്ടി. ഓക്കേ ഓക്കേ, പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. സോഡ അത് നീ ഓർത്തോണം. ഓക്കേ, ഇനി ഒരാളും ഇവനെ തൊട്ടുപോകരുത്. ഇവൻ എന്റെ ആള്. അയാള് പേടിച്ചു പോയിട്ടോ. ഇവിടെ എല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാ. ഞാൻ അനിയൻ. അനിയനോ? ആരുടെ അനിയൻ? എനിക്ക് അനിയനൊന്നുമില്ല, ഞാൻ ഒറ്റ മോന, പിന്നെ 2 ചേട്ടന്മാർ. അതല്ല, എന്റെ പേരാ പറഞ്ഞ അനിയൻ. നിനക്ക് എന്ത് മല്ലു സ്ട്രീറ്റിൽ കാര്യം? ഞാൻ നാട്ടിലൊരു ഹരിയെ അന്വേഷിച്ചു വന്നതാ. ഹരിയോ? ബാബ്രേ, അവിടെ ഉണ്ടോ? അവിടെ ഇല്ല. എന്തെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചു വരുമെന്ന് എനിക്കറിയാം. എന്താ വൈകിയത്? ട്രെയിൻ ലേറ്റ് ആയതാ. എടുത്തോളൂ. എന്ത് എടുത്തോളൂ? ഞാനാ എടുക്കല്ലേ? സത്യം പറഞ്ഞ ലോകത്തൊരു മലയാളിയും കഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ ധൈര്യമായിട്ട് വന്നോളൂ. നമസ്കാരം. വെറുതെ കുനിയണ്ട, എന്നോടാ. ഞാൻ മൊത്തത്തിൽ ഭയങ്കര സംഭവമാണ് ഇവിടെ, അതുകൊണ്ടാ. ഇറക്കി വെച്ചോളൂ, സൂക്ഷിച്ചു. ഭയ്യാ, ആരെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാതെ. എന്റെ കടയാ, പാലിന്റെ മൊത്ത വിതരണ സംഭരണശാല. ഏയ് ഹരിത്രേ, എന്റെ പ്രജകളാ. എന്ത് ചോദിച്ചാൽ അപ്പ മറുപടി പറയും. ബഹുമാനം കൊണ്ടാ, അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറേ ഇല്ല. നടന്നോളൂ. ഈ കാണുന്ന പശുക്കളൊക്കെ എന്റെ. ശരിക്കും ഞാനൊരു പ്രസ്ഥാനാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ. എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പശുക്കൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാ. ഹരി എന്നല്ലേ പേര് പറഞ്ഞ? അല്ല, അനി. അയ്യോ, അനീന്ന് എന്റെ പേരാ. ഹരി. ഹരി എന്താണ്? ആ മോനെ ഹരി, ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന നിന്റെ ചേട്ടൻ വന്നടാ. ചേട്ടാ, അയ്യോ ചേട്ടാ, അയ്യോ ചക്കരേ, അയ്യോ ചേട്ടാ, ഇത് ഹരിയല്ല. ഈ ഹരിയല്ലേ? പിന്നെന്താ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആരോരും ഇല്ലാത്ത ഒരുത്തനല്ല എന്ന് വിചാരിച്ച് തീറ്റിപ്പോറ്റി വളർത്തിയതാ ഞാൻ. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞാട്ടല്ലോ, ചവിട്ടി കൂട്ടി ഞാൻ. എന്റെ പൊന്നു ചേട്ടാ, ഇത് ഹരിയല്ല. ഹരിയല്ലേ? ചായ ഉണ്ടല്ലോ, ഇത്രയൊക്കെ മതി. ഇത് തന്നെ നിന്റെ അനിയൻ.
സത്യമായിട്ടും ഈ ഹരിയല്ല, ഇവിടെ വേറെ ഹരിയില്ലേ? വേറെ ഹരിയോ? ഇവരെന്താണ് ഒരു കുറവ്? ദേ, ഇവൻ 4 നേരം വെട്ടി വീഴണ നീ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ഇവിടുത്തെ പശുവിന് 1 കെട്ട് പുല്ല് മതി, ഈ തെണ്ടിക്ക് 4 കെട്ട് ബീഡി വേണം ഒരു ദിവസം. ദേ, ഇവന് വേണ്ടി ഞാൻ ഇത്രയും കാലം ചെലവാക്കിയ കാശ് ഇവിടെ വെച്ചിട്ട് പോയാ മതി. ഇവനെയും കൊണ്ട് കെട്ടിപ്പിടിക്കണം. പിടിച്ചു, വിടണ്ണ. വിട്ടു. അണ്ണ പറഞ്ഞത് കേട്ടല്ലോ, എന്ത്? ഫുൾ സെറ്റിലിട്ട് പോയാ മതി. ആഹാ, നിന്നെ ഞാൻ ഇന്ന് പശുക്കളും സമ്മതിക്കില്ലേ? മാനസമൈനെ വരൂ, മധുരം നുള്ളി തരൂ, അരുമ പൂവാടിയിൽ മതിടാ പരിക്കുട്ടി. ഞാൻ പാടും, പാടി പാടി നെഞ്ചു പൊട്ടിച്ചാകും. പെണ്ണ് പറ്റിക്കാത്ത ഏതെങ്കിലും കാമുകന്മാർ ഈ ലോകത്തുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിനക്കറിയോ, എന്റെ അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു പെട്ടി നിറയെ കാശുള്ളവരെ അമ്മുവിനെ കെട്ടിച്ചു തരുമെന്ന്. ആ വാശിക്ക് ഒരു വലിയ പെട്ടിയും പണിയായത് കൊടുത്തോണ്ട് നാട് വിട്ടവനാ ഞാൻ. കാശുണ്ടാക്കാൻ ഈ പഞ്ചാബികള് താടിയും മുടിയും നീട്ടി വളർത്തുന്നത് കണ്ടിട്ടാ ബാർബർ പണിക്ക് ഇങ്ങോട്ട് വണ്ടി കയറിയത്. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് ജന്മം ചെയ്ത യുവന്മാര് താടിയും മുടിയും വടിക്കില്ലാന്ന്. പട്ടിണിയും പരുവട്ടായി തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ ആ ഗ്യാപ്പിൽ അമ്മു വേറൊരുത്തനെ കെട്ടി. അങ്ങനെ അമ്മുവുമായിട്ടുള്ള ജീവിതം പൊട്ടി. ഇവിടെ ഇപ്പൊ പൊട്ടിയ ടയർ ഒട്ടിച്ച് കഴിയുന്നു. പഞ്ചറകട. നീ എന്തിനാ തലൂത്തിയിരിക്കുന്ന? അവിടെ ഇരിക്കേ. ഓനിരിക്കെ, എപ്പോഴും വീഴാറില്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ്. മിണ്ടായില്ല. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ഓക്കെ? ഇവനുണ്ടല്ലോ ഈ കാർത്തികേയൻ, 6 കൊല്ലം മുമ്പ് നാട്ടിലെന്തോ കിടുമണി ഒപ്പിച്ച് ഇവിടെ വന്നതാ. കോടീശ്വരൻ. അരിപ്പ പോലത്തെ ഒരു ജട്ടിയും ഒരു പിഞ്ഞിയ കൈലി, അതായിരുന്നു പുള്ളിക്കാരന്റെ അന്നത്തെ സമ്പാദ്യം. അന്നത്തെ അരിപ്പയുടെ അവസ്ഥ കണ്ട് ഈ എരപ്പയെ മല്ലു സിംഗ് കൂടെ നിർത്തിയതാ. പപ്പനെ പോലെ തന്നെ മല്ലുവിന്റെ വലങ്കയായിരുന്നു ഇവനും. എന്നിട്ട് ഈ തെണ്ടി കാണിച്ചത് എന്താന്നറിയോ? മല്ലുവിന്റെ മൂത്ത പെങ്ങളെ കേറി അങ്ങ് പ്രണയിച്ചു. മല്ലുവിനെ സ്പോട്ടി ചവിട്ടി എടുത്ത് വെളിയിൽ കളഞ്ഞു. മോനെ, അനിമോനേരി, എന്നെ നോക്കി. ഞാൻ നല്ല ഗ്ലാമർ അല്ലേടാ? എനിക്ക് എന്താടാ ഒരു കുറവ്? അന്ന് ഇച്ചിരി കറുത്തായിരുന്നു. അതൊരു തെറ്റാണോ? ആ ഒറ്റ കാരണം കൊണ്ട് ആ മല്ലുത്തണ്ടി അവന്റെ വെളുത്ത പെങ്ങളെ എനിക്ക് തരാണ്ടിരുന്നത്. മോനെ, എന്തോ നീ കേക്കണം. ആ മല്ലു പബ്ലിക്കായിട്ട് പറഞ്ഞാൽ അവന്റെ പെങ്ങളെ വെളുത്ത ഒരാൾക്ക് മാത്രമേ കൊടുക്കൂന്ന്. നിനക്കറിയോ? അതുകൊണ്ട് 1 കിലോ ഫെയർ ആൻഡ് ലവ്ലി ഞാൻ ഒരു ദിവസം തേക്കണം. കുറച്ചൊക്കെ തിന്നുകയും ചെയ്യും. എനിക്കിപ്പോ സൂര്യനെ പേടിയാടാ. അതുകൊണ്ട് മാത്രാ ഞാൻ ഈ സാധനം ചുമന്നുകൊണ്ട് നടക്കണം. മോനെ, 1/2 കിലോ പഞ്ചസാര എടുത്തോ. അര കിലോ പഞ്ചസാര എടുത്തു കൊടുക്കും. എങ്ങനെ? 1/2 കിലോ പഞ്ചസാര എടുത്തു കൊടുക്കാൻ. 1/2 കിലോ പഞ്ചസാര. അതെ, 1.5 കിലോ ഉണ്ട്. 1/2 കിലോയുടെ കാശ് എനിക്ക് തന്നാ മതി. വാസുവേട്ടൻ 1/2 കിലോ പഞ്ചസാര പറ്റ്. ഇവനെന്താ പതിവില്ലാതെ ഇവിടെ കിടന്ന് കറങ്ങണേ? ഹരിക്ക് കുറച്ച് കാശ്. ആഹാ, എന്തിനാണാവോ? പുതിയ ബിസിനസ് തുടങ്ങാനാ. എത്ര വേണ്ടി വരും? എത്ര? 10. ഒരു 10 രൂപ. പോരാതെ വരുമോ? അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. കാശ് ഞാൻ തരില്ല. ബിസിനസ് ചെയ്യാൻ പോണു. ഇനി എന്ത് ബിസിനസ്സാണ് നീ ചെയ്യാൻ ബാക്കിയുള്ളത്? അത് വെച്ചോടോ. നീ ആ ഡിഗ്രി എടുത്ത് കക്ഷത്ത് വെച്ച് നടന്നോ? എന്തെങ്കിലും ഒരു പണി കിട്ടി അതിന് പോകൂ? അതുമില്ല. മേലനങ്ങാൻ പറ്റില്ല. അത് തന്നെ ബിസിനസ് ചെയ്യാൻ നടക്കണം. എടാ, നിന്റെ പ്രായം തന്നെയല്ലേ അവനും. നീ അവനെ കണ്ടു പഠിക്ക്. 10 ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂങ്കിലും നന്നായിട്ട് പൊതി കെട്ടാനെങ്കിലും അറിയാം. നിനക്കോ? നിന്നെയൊക്കെ ഡിഗ്രി വരെ പഠിപ്പിച്ചതാടാ ഞാൻ ചെയ്ത തെറ്റ്. മനുഷ്യനെ മെനക്കെടുത്താൻ നടക്കണം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞാൻ ആ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. ശരി.
പിന്നെ ഇവന്റെ മേലെ ഒരു കണ്ണ് വേണേ. ഓ ബിസിനസ്സുകാരൻ. എടാ നിന്റെ തന്തയ്ക്ക് പ്രാന്താണ്. കാശിന് വിവരം ഉണ്ട് അങ്ങേർക്ക്. പോയി കഴിയുമ്പോ മൊത്തം ഡയലോഗാ. മറച്ചു വെക്കാൻ നിന്റെ തന്തയോട് മര്യാദയ്ക്ക് കാശ് വെച്ചാൽ തരില്ലല്ലോ. അപ്പൊ ഇതേ ഉള്ളു മാർഗം. എനിക്കും വേണ്ട ചെലവിന് കാശ്. അച്ഛൻ പിടിക്കൂട്ടോ. വേണ്ടേ, ഞാൻ തന്നെ പിടിച്ചോളാം. ചോരത്തിന്റെ ലക്ഷ്മി. എങ്ങനെ പോവാ? ഞാൻ ഈ സഹകരണ സംഘം വരെ ഒന്ന് പോവാ. ഒരു ലോൺ കൊടുക്കണ്ടെന്ന് കേട്ടു. ഈ മോട്ടറിന്റെ സഹകരണ സംഘത്തിൽ നിന്നല്ലേ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് വികലാംഗർക്കാ. ആരെങ്കിലും തല്ലി കയ്യും കാലും ഒടിച്ചാ കിട്ടും. അത് നിന്റെ അച്ഛന് വാങ്ങിച്ചു കൊടുക്കട്ടാ. പോടാ അവിടുന്ന്. അനിക്കൂടാ ഒന്ന് മാറിയടാ. ഞാൻ കറക്കാം. എങ്ങനെ? കണ്ടപ്പോ ഒരു കൊതി. മുലക്കി പിടിച്ച് നിന്റെ അത്രയും പരിചയമില്ല. ഞാനൊന്ന് നോക്കട്ടാ. മാറും ഗോമാതാവേ. പതുക്കെ പശുവാട്ടോ. അയ്യോ നോക്കടി. എന്തിനാ ഹരിയായിട്ട് അറിയാത്ത പണിക്ക് പോയത്? കറന്നു വെച്ച പാലും പോയി. ഇനി അച്ഛനെ ഇന്ന് നല്ലത് കിട്ടും, നോക്കിക്കോ. ആർക്കായാലും ഒരു മോഹം ഉണ്ടാവില്ലേടി? എന്ത്? എന്തിന്? പശുവിനെ കറക്കാനേ. ഇവിടെ കറക്കിക്കൊണ്ടിരുന്നോ? അറിഞ്ഞോ, നാളെ എന്നെ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. അച്ഛൻ നാണുവാശനോട് പറയുന്നത് കേട്ടതാ. വലിയ തറവാട്ടുകാരാണത്ര. നല്ല ജോലി, കാണാനും സുന്ദരൻ. പിന്നെന്ത് വേണം? കെട്ടടി നീ. ആ, അത് തന്നെയാ നല്ലതെന്നാ എനിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മൂത്ത് നിറച്ച് പോവേള്ളൂ. ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ വിഷമിക്കണേ? നമ്മളീ കല്യാണം കലക്കുണ്ടാ. അതല്ല, ഈ കല്യാണാലോചന എങ്ങനെ? ഞാൻ വഴി പറഞ്ഞു വരാം. ഭയങ്കര ബുദ്ധിയില്ല എനിക്ക്. നല്ല വീട്, വെറുതെ ആലോചന മുടക്കണോടാ. എങ്ങനെ? വെള്ളയുടുപ്പും കണ്ണാടി, കണ്ടിട്ടൊരു മാഷിന്റെ ലുക്കുണ്ട്. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾക്കും. നിങ്ങൾക്കാരെയാ കാണേണ്ടത്? തുടങ്ങിക്കോ. ഈ ഗംഗാധര മാഷ്. അത് ഞാൻ തന്നെയാ. വരൂ, ഇങ്ങോട്ടിരിക്കാം. വരൂ, ഇങ്ങോട്ടിരിക്കാന്ന്. ഐശ്വര്യായിട്ട് മുടക്കിട്ട് വരാം. മാഷോടെ ഇരുന്നോളൂ. ഇരുന്നോളൂ. ഹൈ, ഇരുന്നോളൂ. ഈ റിട്ടയറായ ഗംഗാധര മാഷ് തന്നെ അല്ലേ? അതെ. വേണുവിന്റെ അച്ഛൻ? അതെ. ഭാര്യ ഇപ്പോഴും ഗോമതി അമ്മ തന്നെ അല്ലേ? അതെയല്ലോ. നിങ്ങൾക്ക് എന്താ കുട്ടികളെ വേണ്ടത്? വീടും ആളും മാറിപ്പോയില്ലോ ഉറപ്പുവരുത്താനാ. വന്ന കാര്യം പറഞ്ഞില്ല. വന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ചളാക്കല്ലേ, കാര്യം പറ. ഞാൻ വിനു, ഇത് സുഖു. അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. ഗംഗാധര മാഷ് വിചാരിച്ചാൽ 2 ആത്മഹത്യ ഒഴിവാക്കാം. മനസ്സിലായില്ല. മനസ്സിലായില്ലെന്ന്. ഞാൻ സുഖു, അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. അത് പറഞ്ഞല്ലോ. അത് പറഞ്ഞല്ലോ. മാഷിന്റെ മോൻ കല്യാണം കഴിക്കാൻ പോണ അശ്വതിയുമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. എന്തും സംഭവിക്കാം. ദുർബലനാണ് മാഷേ, എന്തും ചെയ്തു പോകും. അരുത് കുട്ടി, അവിവേകം കാണിക്കരുത്. എന്തിനും ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ആലോചനയുമായി ചെന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കരുത്, അപേക്ഷയാണ്. അപേക്ഷയാണ് മാഷേ, അപേക്ഷയാണ്. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. വാടാ. ശരി സുഖു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഇനി ഇതേപോലെ ബുദ്ധി വേണ്ട കാര്യങ്ങൾ നീ എന്നോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. കൊന്നുകളയി ഞാൻ. സ്വന്തം പെങ്ങടെ കല്യാണം മുടക്കാൻ പോയേക്കണു. പെങ്ങളെ കെട്ടാൻ എന്ത് യോഗ്യതാടാ ഇവനുള്ളത്? നിന്റെ കൂടെ കളിച്ചു വളർന്നതോ? ആർക്ക് കൊടുത്താലും വേലയും കൂലിയില്ലാത്ത നിന്നെ പോലൊരുത്തിന് തരില്ല ഞാൻ എന്റെ മോളെ. പള്ളിമുറ്റത്ത് തോർത്ത് വിരിച്ചിരിക്കുന്ന തെണ്ടിക്കൊണ്ടല്ലോടാ പറയാനൊരു പണി. നിനക്കെന്താ ഉള്ളത്? എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നിനക്കിനി വല്ല പൂതി മനസ്സിൽ കയറിയിട്ടുണ്ടോടി? ഉണ്ടെങ്കിൽ അങ്ങ് മറന്നേക്കണം, അതാ എല്ലാവർക്കും നല്ലത്. ഇനി ഇവന്റെ കൂട്ടും കൂടി ഇതുപോലെ വല്ല പോക്കരുത്തരത്തിനും പോയിന്ന് ഞാൻ അറിഞ്ഞ വെട്ടി നുറുക്കിക്കളയും ഞാൻ. അവനൊന്നും പറയണ്ട, എല്ലാത്തിനും കാരണം ഞാൻ നിർബന്ധിച്ചിട്ടാവും വന്നത്. എന്തിനാണാവോ? ഇവക്ക് വേറെ കല്യാണാലോചന എന്ന് കേട്ടപ്പോ വിളിച്ചിറങ്ങിക്കൊണ്ട് പോവാനാ ആദ്യം തോന്നിയത്. പിന്നെ എന്താ വേണ്ടാന്ന് വെച്ചത്?
വിളിച്ചിറക്കിക്കൊണ്ട് പോവായിരുന്നില്ലേ? നീ പോയില്ല. നിനക്കറിയാം പോയ പട്ടിണി കിടന്ന് ചാവൂന്ന്. എടാ, ആദ്യം ആണുങ്ങളെ പോലെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി ഉണ്ടാക്കി, എന്നിട്ട് വന്ന് പെണ്ണ് ചോദിക്കും. അപ്പൊ ആലോചിക്കാം കല്യാണക്കാര്യം. പിന്നെ താൻ തോന്നിത്തരം കാണിക്കാനാണെങ്കിൽ ഇനി ഇവിടെ നടക്കില്ല. വേറെ സ്ഥലം നോക്കിക്കോണം. എന്താ ഈ കാട്ടണത്? കുറച്ച് കാശ് വേണം. ഒരു ജോലി കിട്ടുന്നവരെ പട്ടിണി കിടക്കാൻ പറ്റില്ല. ഹരി, നീ എങ്ങോട്ടും പോണില്ല. തടയണ്ട, ഞാൻ തീരുമാനിച്ചു. നീ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. നിന്റെ അച്ഛൻ പറഞ്ഞ യോഗ്യതകൾ നേടി കഴിയുമ്പോ അമ്മാവനോട് പറഞ്ഞേക്ക് ഈ പൈസക്ക് കണക്ക് വെച്ചോളാം. പലിശ സഹിതം തിരിച്ചു കൊടുത്തോളാം. എന്നാലും അത്രയും പറയണ്ടായിരുന്നു. ഒന്നുമില്ലേലും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ. എല്ലാം പറഞ്ഞതുപോലെ ഒരു തെളിവ് അവശേഷിപ്പിക്കരുത്. ഇന്ന് തന്നെ തീർക്കണം നായിന്റെ മോനെ. वो देख नीतू, पागल किशन खड़ा है वहाँ पे। कितनी सोनी कुड़ी आ रही है। देखा, अगर आज वो मेरे साथ मस्करी करेगा ना, कसम से मैं वो कुत्ते को जूते से मारूंगी। ओ मेरी चम्मक छल्लो, किथे चलिए? एक मिनट जरा गल तो सुन ले। आज तो फैसला करके ही जाना है। तेरी माँ बहन को जाकर बोल, फैसला वो करेंगे। ओए, बहुत चर्बी चढ़ी है। छोड़ मुझे, हाथ छोड़। नहीं छोड़ा तो बहुत इंतजार करा है तूने, नहीं छड़ना। ओए आजा मेरे नाल खेत में। छोड़ ना साले। चले। सुअर के बच्चे ने मेरे बहन पे हाथ उठाने की जरूरत की? मैं हूं, क्या करेगा तू?
ബേട്ടാ, അയ്യോ എന്റെ മോനത് എന്തു പറ്റി? കിഷൻ സിംഗിന്റെ വണ്ടി ഇടിച്ചതാ? വണ്ടി ഇടിച്ചതല്ല, മല്ലു ഇടിച്ചത്. മനോഹരമായിട്ടുണ്ടല്ലോ. പാവം, ഇന്നത്തെ പണി കിട്ടിയത് ആ കിഷന. അവന്റെ ദേഹത്ത് പഞ്ചറൊട്ടിക്കാൻ പോലും ഒരു പിടി സ്ഥലമില്ല. മിക്കവാറും അവന്റെ ബാൽ ട്യൂബ് വരെ ഊരിയെടുത്തായിരിക്കും. കട പൂട്ടിയാലോ? പിരിഞ്ഞു പോകില്ലേ? കാല് പിരിയില്ലേന്ന്. അനേ ഇങ്ങോട്ട് വന്നോളൂ. മസിൽ പെരുക്കുന്ന പേടിയുണ്ടോ? ആ കാണുന്ന കാണ്ടാമൃഗാണ് നീ അന്വേഷിക്കുന്ന ഹരീന്ദർ സിംഗ്.